ഹലോ ഫ്രണ്ട്സ്, ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളത്തിന്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഈ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര തുടങ്ങാം. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒന്നാണ് കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ സ്ട്രക്ചറും പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന ചില ആപ്ലിക്കേഷനുകളും വെബ്സൈറ്റുകളുമായിരിക്കും. ഇതിൽ എന്താണ് വെബ്സൈറ്റ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇ-കൊമേഴ്സ് സൈറ്റുകളായ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ നമ്മുടെ സ്വന്തം google.com ഇവയെല്ലാം വെബ്സൈറ്റുകൾക്ക് ഉദാഹരണമാണ്. നമ്മളിൽ ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന്? ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ ഡിസൈനിങ്ങും പബ്ലിഷിങ്ങും പ്രോഗ്രാമിങ്ങും ഡാറ്റാബേസ് മാനേജ്മെൻറ്റും എല്ലാം ഉൾക്കൊണ്ടതാണ് ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ചോ പബ്ലിഷിങ്ങിനെ കുറിച്ചോ ഒന്നുമല്ല, അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ കുറിച്ചാണ്. യെസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് PHP ആണ്. വാട്ട് ഈസ് PHP? The PHP stands for Hypertext Preprocessor Language and ഇതൊരു സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ PHP യൂസ് ചെയ്യുന്നത്? PHP runs on various platforms like Windows, Linux, Unix and etc. The next part is installation of Wamp server and some web development tools. സോഴ്സ്ഫോർഗ് എന്ന സൈറ്റിൽ നിന്നുമാണ് ഞാനിപ്പോൾ വാംപ് സെർവർ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. 64 ബിറ്റിൻ്റെ വേർഷനാണിത്. ഇതിൽ 32 ബിറ്റിൻ്റെയും 64 ബിറ്റിൻ്റെയും വേർഷൻസ് അവൈലബിൾ ആണ്. നമ്മുടെ വാംപ് സെർവർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡിഫോൾട്ടിൻ്റെ അകത്താണ് ഇത് കിടക്കുന്നത്. ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് C ഫോൾഡറിൻ്റെ അകത്ത് വാംപ് 64 എന്ന ഫോൾഡറിലേക്കാണ്. ബ്രൗസർ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ മാറ്റി ക്രോമിലേക്ക് ആക്കി കൊടുത്തു ആൻഡ് IDE Notepad++ ആയിട്ട് സെറ്റ് ചെയ്തു. നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. വാംപ് സെർവർ ഓപ്പൺ ചെയ്യുന്നതാണ് ഇനി നമ്മളിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണുവാനായി സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ദിസ് ഈസ് ശ്രീപ്രിയ സൈനിങ് ഓഫ്. ബൈ.